ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്ന സിമ്പിൾ റെമഡിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. ഇത്രയൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. കുറച്ച് കുരുമുളക് എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി കല്ലുപ്പാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി കല്ലുപ്പ് കിട്ടാത്തവരുണ്ടെങ്കിൽ പൊടിയുപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഈ കുരുമുളക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൊടിയണമെന്നില്ല, ചെറിയ തരികളൊക്കെ വേണം. അപ്പോൾ ആ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടോ, 2-3 മിനിറ്റ് മാത്രം മതിയാവും തയ്യാറാക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ തരികളൊക്കെ അതിൽ വേണം കണ്ടോ, ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കല്ലുപ്പാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് പൊടിയുപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഈ 2 വസ്തുക്കൾ മാത്രം മതി. പിന്നെ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതി വെള്ളം. ഒന്ന് ഒരു ലൂസായി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും വെള്ളം മതി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഇത് യൂസ് ചെയ്താൽ നമുക്ക് ലൈഫിൽ ഒരിക്കലും പല്ലുവേദന വരില്ല എന്നൊന്നും നമ്മൾ പറയണില്ല കേട്ടോ. ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ്. താൽക്കാലിക ആശ്വാസത്തിന് മാത്രമേ ഇത് നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് പല്ലുവേദന വരുന്ന സമയത്ത് മെഡിസിനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ലൈഫ് ടൈം നമുക്ക് പല്ലുവേദന വരില്ല എന്നൊന്നും നമ്മൾ പറയണില്ല. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത്രയും മതിയാവട്ടെ. ഈ ഒരു നുള്ളെടുത്താൽ മതി. ഇത്രയും എടുത്തിട്ട് നമ്മുടെ പല്ലുവേദനയുള്ള ഭാഗത്ത്, ആ മോണയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് പല്ലുവേദനയുള്ള പല്ലിൻ്റെ ആ മോണ ഭാഗത്ത് വെച്ചു കൊടുക്കുക, വേദനയുള്ള ഭാഗത്ത്. അത്രയും മാത്രം ചെയ്താൽ മതി. ഏകദേശം ഒരു 3-4 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്ത് ഒരുപാട് നീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ എന്തായാലും തുപ്പിക്കളയുക കേട്ടോ. ആ വരുന്ന നീര് ഒരിക്കലും നമ്മൾ ഇറക്കി കളയരുത്, അത് പുറത്തേക്ക് തുപ്പിക്കളയുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി വേദനയുള്ള സമയത്ത്. അപ്പോൾ അത് സ്പോട്ടിൽ മാറിക്കിട്ടും കേട്ടോ. ഒരു 5-10 മിനിറ്റ് മതിയാവും, അപ്പോഴേക്ക് പല്ലുവേദന മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ